ഞാൻ 150 ആൾക്കാരിൽ നിന്ന് തുടങ്ങിയെന്ന് പറഞ്ഞില്ലേ. ഇന്ന് 1,60,000 ആൾക്കാർ ലോകത്തൊരു കമ്പനി ഇത്രയും ആൾക്കാർ ഗൾഫിൽ വർക്ക് ചെയ്തില്ല. അങ്ങനെ ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ നമ്മുടെ ഒരു ഭാഗ്യമാണ്. അങ്ങനെ സ്വന്തമായിട്ടൊന്നുമില്ല. നമ്മുടെ ഇന്ത്യയാണ് അങ്ങനെ കുടുംബം. മോഹൻലാലിൻ്റെ അടുത്ത ഫ്രണ്ടാണ്. സാമ്പത്തിക എന്തെങ്കിലും സഹായം കൊടുക്കുന്നതല്ലുണ്ട്. ബറോസിൽ താങ്കൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലേ? ഇല്ല, അത് ഈ സാമ്പത്തിക സഹായം വേണമെങ്കിൽ കൊടുത്തിട്ടുണ്ട്. പലിശയ്ക്കും ലാഭത്തിനുമില്ല. ഈ പേഴ്സണൽ ലോൺ കൊടുത്തിട്ടുണ്ട്. പ്രൈം മിനിസ്റ്ററുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? പ്രൈം മിനിസ്റ്റർ എനിക്ക് നേരത്തെ അറിയാം. ഈ അന്ന് ഈ ഗുജറാത്തിൽ ചീഫ് മിനിസ്റ്റർ ആകുന്നതിന് മുമ്പ് ഈ പ്രവാസി സമ്മേളനം ഉണ്ട്. അന്ന് നല്ല അങ്ങ് സ്ഥിരമായിട്ടത് വരുമായിരുന്നു. അവർ അന്ന് ഇങ്ങനെ ശല്യപ്പെടുത്തുമായിരുന്നു. മറ്റ് പാർട്ടിക്കാർ, കോൺഗ്രസ്സുകാർ വളരെ. അന്നോട്ട് ആ ബന്ധം ആ കുട്ടിയുണ്ടാണ്. ശല്യപ്പെടുത്തുമായിരുന്നു എന്ന് വെച്ചാൽ അങ്ങനെ വരുമ്പോഴേ പ്രസംഗിക്കാനോ സംസാരിക്കാനോ ഒന്നും അന്നത്തെ പൊളിറ്റിക്സ് മാറ്റമില്ലേ. ഇങ്ങനത്തിന് അങ്ങനെ വരുമായിരുന്നു. ഇവരൊറ്റ സ്പീച്ച് ചെയ്യാൻ വെച്ചിട്ടില്ല അന്ന്. അദ്ദേഹത്തിൽ കണ്ട ഏറ്റവും നല്ല ക്വാളിറ്റി എന്താണ്? അങ്ങനെ ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ നമ്മുടെ ഒരു ഭാഗ്യമാണ്. അങ്ങനെ സ്വന്തമായിട്ടൊന്നുമില്ല. നമ്മുടെ ഇന്ത്യയാണ് അങ്ങനെ കുടുംബം. അങ്ങനെ ആർക്കുമില്ല. അല്ലെങ്കിൽ വൈഫില്ല, മക്കളില്ല, ഒന്നുമില്ല. അങ്ങനെ നോക്കുന്ന ഇന്ത്യ എങ്ങനെയും വളരണം. അതാണ് അങ്ങനെ ബെസ്റ്റ് ക്വാളിറ്റി. അതുപോലെ ഒരാളെ കിട്ടത്തില്ല. ഇതേ ചോദ്യം പിണറായി വിജയനെ പറ്റി ചോദിച്ചാൽ? പിണറായി വിജയൻ അതുപോലെ തന്നെ ഏറ്റവും നല്ല ഒരു ലീഡറും. എങ്ങനെയും കേരളം നന്നാകണം. എങ്ങനെയും നന്നാകണം ഒറ്റ മാർക്കുള്ളൂ. എങ്ങനെയും മറ്റേക്കാർക്ക് ഇന്ത്യയിൽ കേരളത്തിലെ പൊളിറ്റീഷ്യൻസിൽ ഏറ്റവും കൂടുതൽ സൗഹൃദമുള്ള ആരും? എല്ലാവരുടെ സൗഹൃദമുണ്ട്. എല്ലാ ആൾക്കാരുമായിട്ട്. അല്ല, അങ്ങനെയല്ല, നേരിട്ട് പരിചയമുള്ള എല്ലാവരും ബന്ധമുണ്ട്. എല്ലാവർക്കും നല്ല സൗഹൃദം. പൊളിറ്റീഷ്യൻ എല്ലാം പേരിട്ട് നല്ല ആൾക്കാരാണ്. അതുപോലെ PKV ആയിട്ട് നല്ല ബന്ധം ഉണ്ടായിരുന്നു. അത് വളരെ അപൂർവം. PKV അങ്ങനെ ഒരാളല്ല, സൂപ്പർ ആളായിരുന്നു. അത് അന്ന് പഴയത്തെ ആൾക്കാരെല്ലാം നല്ല ആൾക്കാരായിരുന്നു. ഉമ്മൻചാണ്ടി സാറുമായിട്ട് അത് തന്നെ നല്ല അടുപ്പമുണ്ടായിരുന്നു. എല്ലാവരോട്ടും നല്ല ബന്ധമുണ്ട്. ഈവൻ VS തൊട്ട് നല്ല അടുപ്പമായിരുന്നു. അതെ, VS എൻ്റെ ഇവിടുത്തെ ഹോട്ടലിൽ ഉദ്ഘാടനം അങ്ങനെ വന്നു. നമ്മുടെ കൊല്ലത്ത് റാവിസിൻ്റെ വരത്തില്ല, അങ്ങനെ വന്നു, പറയാതെ വന്നു. PKV ആയിട്ടുള്ള എന്താ കൊല്ലം കണക്ഷനാണോ? അതെ അതെ, നല്ല അങ്ങനെയൊക്കെ നല്ല മനുഷ്യനാണ് അല്ലേ, നല്ല വ്യക്തിത്വമുള്ള. ഇടക്കാലത്ത് കേട്ടിട്ടുണ്ട് ഈ സിനിമയിലേക്ക് ഡൈവേഴ്സിഫൈ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരുന്നു. നമ്മുടെ ആച്ചാണി രവിയുടെ മറ്റു പ്രൊഡക്ഷൻസൊക്കെ മേടിക്കാനൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇല്ല, പടത്തിന് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. മോഹൻലാലിൻ്റെ അടുത്ത ഫ്രണ്ടാണ്. സാമ്പത്തിക എന്തെങ്കിലും സഹായം കൊടുക്കുന്നതല്ലുണ്ട്. പിന്നെ എൻ്റെ ഒരു കോബ്രത ഉണ്ടായിരുന്നു. ഒരു MLA വിജയൻ പിള്ളി എന്ന് പറയും. അങ്ങ് നിർബന്ധിച്ചൊരു പടം എടുത്തു, ഉപറിഷ്യേറ്റ് ചെയ്യുന്നത് അവർക്ക് വേണ്ടി ചെയ്താ. ബറോസിൽ താങ്കൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലേ? ഇല്ല, അത് ഈ സാമ്പത്തിക സഹായം വേണമെങ്കിൽ കൊടുത്തിട്ടുണ്ട്. പലിശയ്ക്കും ലാഭത്തിനുമില്ല. ഈ പേഴ്സണൽ ലോൺ കൊടുത്തിട്ടുണ്ട്. NSH തുടങ്ങി ഇപ്പോൾ 2014 സാർക്ക് ഈ പൊസിഷനിൽ മാറി അല്ലേ? അതിൻ്റെ ആ ഒരു ഗ്രോത്ത് ഒന്ന് പറയാമോ? എങ്ങനെയാണ് ഞാൻ 150 ആൾക്കാരിൽ നിന്ന് തുടങ്ങിയെന്ന് പറഞ്ഞില്ലേ. ഇന്ന് 1,60,000 ആൾക്കാർ ലോകത്തൊരു കമ്പനി ഇത്രയും ആൾക്കാർ ഗൾഫിൽ വർക്ക് ചെയ്തില്ല. എൻ്റെ കമ്പനി ഉപയോഗിച്ച് അവർ കഴിഞ്ഞ 40 വർഷമായിട്ട് ജോലി കൊടുക്കുന്നുണ്ട്. അത് ഈസിയല്ല. ഇത്ര ആൾക്കാർ ജോലി എടുക്കുക. ഞങ്ങളുടെ കിച്ചന് മാത്രം ഒരു 500-1000 ആൾക്കാർ ഓരോ സ്ഥലത്തുള്ളത്. അപ്പം എനിക്ക് പ്രൗഡായിട്ട് പറഞ്ഞാൽ ഞാൻ മുഖാന്തരം പല സ്റ്റേറ്റ്സിലെയും സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് മാറിയിട്ടുണ്ട്. കുടുംബത്തിൽ ഉണ്ടാക്കുന്നത് ഈ ഗൾഫിൽ ജോലി നല്ല വീട്, നല്ല വസ്തു, നല്ല എഡ്യൂക്കേഷൻ എല്ലാം നല്ല നിലയിലാണ് പോകുന്നത്. അതിന് കാരണമായത് ഞാനാണ്. ആർക്കും ഇത്രയും ജോലി കൊടുക്കാൻ ഗൾഫിൽ ഇനിയും ഉണ്ടാകുമെന്ന് സാധിക്കത്തില്ല, ഞാൻ കൊടുത്ത പോലെ. ഇങ്ങനെ സൗദി ആയതുകൊണ്ട് വാല്യുവേഷൻ ആർക്കും അറിയില്ല. ഇപ്പോൾ ഏകദേശം ഇതിൻ്റെ വാല്യുവേഷൻ ഗ്ലോബൽ സ്കെയിലൊക്കെ എല്ലാം വലിയ. ഇപ്പോൾ ഇത് കാണിച്ചു തരാം. ഒരു ഇതാണ് ഇപ്പം ഞാൻ തോന്നുന്നതാണ്. ഇപ്പം ഒരു എഗ്രിമെൻറ്റ് കാണിച്ചു തരാം. അത് ഇപ്പോൾ വാല്യുവേഷൻ
ഇത് ഞങ്ങളുടെ വേറെ കമ്പനി വാർഷിപ്പ. ഇതുകൊണ്ട് ടെക്കിന് എനർജി ലോകത്തെ ഏറ്റവും വലിയ കമ്പനിയാണ്. സാർ ഈ ഫോബ്സിന്റെ ലിസ്റ്റിൽ സാറിന്റെ പേഴ്സണൽ അസറ്റ്സിന്റെ വാല്യൂഷനിൽ വേൾഡിലെ ടോപ്പ് ബില്യണേഴ്സിൽ നമ്മൾ നോക്കാറ് അവരിനിടുന്നത് എത്രയാണെന്നുള്ളത്. അതിൽ ലിസ്റ്റ് ഒന്നും ബാക്കി ആദ്യമായിട്ട് ലിസ്റ്റ് ഇട്ടത് ഞാൻ കൊറിയയിൽ നിൽക്കുമ്പോഴാണ് അവർ വിളിക്കുന്നത്. അതിൻ്റെ അങ്ങനെയാണ് തുടങ്ങിയത്. അതെ അതെ. ചൈനീസ് കമ്പനി, ചൈനീസ് അല്ല, ഈ ഇതിൻ്റെ തന്നെ ഒരു ലേഡിയാണ് ഇപ്പോഴും എൻ്റെ ഏറ്റവും നമ്പർ 1 ഫോബ്സിൻ്റെ. അറിയുമോ? എന്തോ ആ ലേഡി പേരെന്തോ ശേഷം ബോംബെയിലല്ലേ, അത് ഗ്ലോബൽ അവരാണ് CEO. ചോദിച്ചേ ടോം ചോദിച്ചാൽ പറയും. ടോം ചോദിച്ചാൽ അവരാണ് കംപ്ലീറ്റ് ഇത് ചെയ്യുന്നത്. പക്ഷെ അവർ എല്ലാം കംപ്ലീറ്റ് നോക്കിയിട്ട് നമ്മൾ എല്ലാം കാണിക്കത്തില്ല. ഇപ്പോൾ ഒരുവിധം ഇതിൽ പോവും. നമ്മൾ കൊടുക്കുന്ന മാത്രമേ അവർ കണക്ക് കൊടുക്കത്തുള്ളൂ. അതൊരു ഓഡിറ്റ് ചെയ്യും കറക്റ്റായിട്ട്. ഇപ്പോൾ അവരിട്ടത് ഈ പ്രാവശ്യം ഇട്ടത് 4.1 ബില്യൺ. ഇത്ര വലിയൊരു ബിസിനസ് കമ്പനി ഉണ്ടാക്കിയിട്ട് RP ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഒരു വലിയൊരു ബിസിനസ് തന്നെയാണ്. പക്ഷേ ഇത് ഒരു സ്റ്റോക്ക് മാർക്കറ്റിലോ എവിടെ ലിസ്റ്റ് ചെയ്തില്ല. ഇന്റർനാഷണൽ ഒരു ടൈറ്റിലി ഫാമിലി കൺട്രോൾഡ് ഒരു ഇതാണ്. അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടോ പബ്ലിക്? അതുകൊണ്ട് ചെയ്യണമെന്നുണ്ട്, ചെയ്തിട്ടില്ല, ചെയ്തില്ല. ഇനിയും പുള്ളി ഇപ്പോൾ ഞങ്ങൾ പുതിയ സൗദി ദുബായിൽ ഏറ്റവും വലിയ 1 മീറ്റർ വൈറ്റുള്ള ഒരു ബിൽഡിംഗ് പണിയാൻ പോകുക. 1 മീറ്റർ ഏറ്റവും പുതിയ രീതിയിൽ അറ്റ്കിൻസ് എന്ന് പറയുന്ന മീറ്റിംഗ് കമ്പനിയാണ്. ഇപ്പോൾ അടുത്ത 2 മാസം തുടങ്ങും. ഒരു 3 വർഷം കൊണ്ട് തരും. 300,000 അപ്പാർട്ട്മെൻറ്റ്. ആ അപ്പാർട്ട്മെൻറ്റ് ഓരോ നിലയിൽ ഓരോ പ്രത്യേക രീതിയിൽ. അത് 2 മാസം തുടങ്ങും. 3 വർഷം കൊണ്ട് പണി തീർക്കും. വലിയൊരു അച്ചീവ്മെൻറ്റാണ് അത് ചെയ്യുന്നത്. അല്ല, സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടോ കമ്പനി? പബ്ലിക് ആവാനുള്ള പ്ലാൻ ഉണ്ടോ? ഇപ്പോൾ ഇല്ല. കാരണം വെച്ചല്ലേ ഈ സ്റ്റോക്ക് മാർക്കറ്റ് നമുക്ക് അന്യ ആൾക്കാരുടെ പൈസ വേണ്ട. അതുകൊണ്ടാണ് ഈ സ്റ്റോക്കെല്ലാം എങ്ങനെയും വാല്യൂ ഉണ്ടാക്കി ചെയ്യുന്നതാണ്. ഇതെങ്ങനെ പോകുന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല. ഇപ്പം നിങ്ങൾ അധ്വാനിക്കുന്ന പൈസയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങളൊരിക്കലും മനസ്സുകൊണ്ടൊന്നും പറ്റിച്ച് എൻ്റെ പൈസ പോയെന്ന് പറയാൻ പാടില്ല. എൻ്റെ ജീവിതത്തിൻ്റെ മെയിൻ പോളിസിയിൽ കണ്ണീര് കൊണ്ട് ഒരു പൈസ ഉണ്ടാക്കാൻ പാടില്ല. ഒരാളെ പറ്റിച്ച് പൈസ ഉണ്ടാക്കാൻ പാടില്ല. കള്ളം പറഞ്ഞ് പൈസ ഉണ്ടാക്കാൻ പാടില്ല. അതാണ് മനസ്സിൽ പറയുക. ഞാൻ ഇന്നാൾ മോന്തരം എൻ്റെ ഇത്ര പൈസ പോയി. ആ ഒരു പോളിസി ഉണ്ടാകും. സ്റ്റോക്കിൽ പോകാത്തത് എത്ര കമ്പനി നിർബന്ധിക്കുന്നുണ്ട്. നമ്മുടെ വാല്യൂഷൻ കൂട്ടാം, അത് വേണ്ടെന്നുള്ള ധാരണയാണ്. അത് ഈ കണ്ണീര് കൊണ്ട് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുക, ബിസിനസ്സിലെ കണ്ണീര് കൊണ്ട് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുക, ബിസിനസ്സിൽ എത്തിക്സിന് എത്രമാത്രം റോളുണ്ട്? ഞാൻ എത്തിക്സിലെ മെയിൻ നോക്കുന്നത് ഉറപ്പായിട്ട്. അതൊന്ന് പറയാമോ? അതായത് ഈ ഒരു എത്തിക്കൽ പൊസിഷൻ എടുക്കേണ്ടി വന്ന ഏതെങ്കിലും ഒരു അനുഭവം പറയാമോ? ഒരു ബിസിനസ് രംഗത്ത് അങ്ങനെ പല ബിസിനസ്സുകൾ നഷ്ടപ്പെട്ടു. എത്തിക്ക് ഞാൻ ഇതുവരെ ബ്രൈബ് കൊടുത്തിട്ടില്ല, കൊടുക്കേണ്ടി വന്നിട്ടില്ല. എന്തെങ്കിലും ആ രാജ്യത്ത് നിന്ന് പ്രശ്നം കൊടുക്കേണ്ടി വരും, അതുകൊണ്ട് ഞാൻ കൊടുക്കും. വർക്ക് കിട്ടാൻ വേണ്ടി ഇതുവരെ ബ്രൈബ് കൊടുത്തിട്ടില്ല. ഈ ഇല്ലീഗൽ ബിസിനസ്, ഒരു ഇല്ലീഗൽ ബിസിനസ് ഇന്ന് വരെ ചെയ്തിട്ടില്ല. ഇത് രണ്ടും ചെയ്തില്ല. മദ്യപാനം ചെയ്യാറില്ല. പിന്നെ ചിലപ്പം മീറ്റിങ്ങിൽ വൈൻ കുടിക്കാൻ പറ്റത്തില്ല. അത് കമ്പനീസൊക്കെ നമ്മളെപ്പോഴും യൂറോപ്പ്, അമേരിക്കയില്ല, അതൊരു പാർട്ട് ഓഫ് ദ ബിസിനസ്സാണ്. അല്ലാതെ ഇത് ഒന്നുമില്ല. ഇന്ന് വരെ ഈ അനറ്റിക്കായിട്ട് ഒരു നായ പൈസ ഉണ്ടാക്കിയിട്ടില്ല, ഇനി ഉണ്ടാക്കത്തുമില്ല. സാധാരണ പറയുക എത്തിക്കലായി ചെയ്യുന്നവർക്ക് ബിസിനസ്സിൽ വിജയിക്കാൻ പറ്റില്ല എന്നാണ് പൊതുവെ നാട്ടിൽ പറയുക എല്ലാവരും. അതൊക്കെ ഒന്നുമില്ല. ഇപ്പം ടാറ്റ എത്തിക്സായിട്ട് ബിസിനസ്സാണ് ഇന്ത്യയിൽ. ടാറ്റ മാത്രം പറയാം, വേറെ ഒന്നുമില്ല. അതിന് കുഴപ്പമുണ്ടോ? പിന്നെ വിദേശത്ത് പല കമ്പനികളും അത് ഇപ്പം നമ്മൾ ഗൾഫിൽ ചെല്ലുമ്പം നമ്മൾ ഒപ്പിടണം എത്തിക്സ് പാടില്ലെന്നുള്ളത്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യും. എല്ലാ പ്രോജക്റ്റും നമ്മുടെ എംപ്ലോയീസിന് വരെ എത്തിക്സ് ബ്രൈബ് വാങ്ങാൻ പാടില്ല, ഒപ്പിട്ടിട്ടേ നമ്മൾ ജോലി എംപ്ലോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് പൊതു നിയമമാണ്. പക്ഷേ 100% ലീഗലായിട്ട് ഒരു ബിസിനസ്സും ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഏത് ബിസിനസ് ആണെങ്കിലും
പൊളിറ്റീഷ്യൻസിന് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടീസിന് കാശ് കൊടുക്കാണ്ട് ഇവിടെ ബിസിനസ് നടത്താൻ പറ്റില്ല. അതൊരു ബ്രൈബ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഡൊണേഷൻ എന്നാണ് നമ്മളതിന് പറയുന്നത്. പക്ഷെ അതും ഒരു രണ്ടു മൂന്നാണ്. അത് അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടല്ലോ ഇവിടെ. ഇപ്പം കുറച്ചിട്ടുണ്ട്, പഴയ പോലെ പണ്ടുണ്ട്. ഇപ്പം അത്ര ഒന്നും പറ്റില്ല. ഇപ്പം പുതിയ ഈ ടി വിയും ഈ ചാനലൊക്കെ വന്നപ്പോൾ ചെയ്യാൻ പറ്റില്ല. പണ്ടൊക്കെ ഇപ്പം ചെയ്യണമെന്ന് വെച്ചാൽ നടക്കില്ല, വളരെ അപൂർവം. ഇപ്പം എനിക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ചെയ്യാൻ വലിയ പ്രയാസമാണ്. ഇല്ലീഗൽ ബിസിനസ് ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞു. അതെ, ഇല്ലീഗൽ എക്സ്പാൻഷൻ ഇച്ചിരി ചൂട് വെള്ളം. ഈ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അത്തരം പ്രലോഭനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഏതെങ്കിലും ഒരു പുതിയ രംഗത്തേക്ക് കടക്കാനായിട്ട് ആരെങ്കിലും താങ്കളെ അപ്രോച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ പുതിയൊരു സെക്ടറിലേക്ക് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനുള്ള അത്തരം ഡിമാൻഡ്സ് ഒക്കെ വന്നിട്ടുണ്ടോ? പലരും പറയും. ഇപ്പം നമ്മൾ ഈ ബിസിനസ് ചെയ്യുമ്പോൾ പറയും, പലരും ബിസിനസ് പറയുമ്പോഴേ നമുക്കറിയാം അത് നല്ലതാണ് ചെയ്തത്. ഇപ്പോൾ ഇന്നലെ ഒരു വലിയ ഗ്രൂപ്പ് വന്നു, വലിയ ബിസിനസ് ചെയ്യണം പറയും. അത് ലോകത്ത് മൊത്തം ഈ ഗ്യാസ് എങ്ങനെ ഉണ്ടാക്കും. അപ്പം നമ്മളത് വേണ്ട എന്ന് വെക്കും. അപ്പോഴും നമ്മുടെ മനസ്സ് പറയും അത് വേണ്ട എന്ന്. ഈ പൈസ മാത്രമല്ല, എല്ലാം നമ്മൾ ചെയ്യുമ്പം മനസ്സമാധാനം വേണം. നമ്മൾ വയസ്സായി വരികയാണ്, എല്ലാം സ്വസ്ഥമായിട്ട് പോകണം. ഈ ബിസിനസ് പൊളിയാൻ ഒരു ഡീല് മതി, നമ്മൾ പൊളിഞ്ഞു പോകും എല്ലാം ഉണ്ടായാലും. അപ്പോൾ അതില്ലാതെ നോക്കുക, ഉള്ളത് നമ്മൾ നല്ല രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ